ഓക്കെ. ഈ വീഡിയോ തുടങ്ങും മുമ്പേ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതിൽ ചെറിയൊരു മിസ്റ്റേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല. അറിയാൻ മേലാത്തവർക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. പെട്രോളജി ഞാൻ പറഞ്ഞത് സ്റ്റഡി ഓഫ് റോക്സ് എന്നാണ്. അപ്പൊ ഞാൻ പറഞ്ഞ ഇങ്ങേറെ പേര് വിൻഡീസൽ എന്നാണ്. വിൻഡീസൽ ഇങ്ങേരല്ല. ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസിലെ മറ്റേ മൊട്ടയാണ് വിൻഡീസൽ. ഓക്കെ. അപ്പോൾ സ്റ്റിൽ ഞാൻ വേണമെങ്കിൽ കണക്ട് ചെയ്ത് കാണിച്ചു തരാം. എന്ന് വെച്ച് കഴിഞ്ഞാല് മറ്റേ ചെസ്സിനകത്ത് സംതിങ് ഒരു ഡയലോഗ് ഇല്ലേ, ഞാൻ ചാക്കോ കയറ്റി എങ്കിൽ ഞാൻ സഞ്ചി ഇറക്കി. അതുപോലെ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസിൽ ഇവർ രണ്ടുപേരും ഉണ്ട്. ഏതോ ഒരു പാർട്ടിൽ രണ്ടുപേരും ഉണ്ട്, വിൻഡീസിലും ഉണ്ട് റോക്കും ഉണ്ട്. അപ്പോൾ വിൻഡീസിൽ പറയാണ് ഞാൻ വിൻഡീസൽ, അപ്പോൾ റോക്ക് പറയാണ് ഞാൻ റോക്ക് പെട്രോൾ. ഓക്കെ, ചളിയാണ് സ്റ്റിൽ ഓർത്തിരിക്കാം. പെട്രോളജി അപ്പം എന്താണ്? വിൻഡീസൽ എന്ന് പറയുമ്പോഴത്തേക്ക് ഇങ്ങനെ എന്ത് പറയും, ഞാൻ റോക്ക് പെട്രോൾ. ഓക്കെ, അപ്പോൾ റോക്കിനെ പറ്റിയുള്ള സ്റ്റഡിയാണ് പെട്രോളജി. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വേറെ കുറച്ച് കാര്യങ്ങൾ നോക്കാൻ പോകണം. എൻക്ലോഷർ ആയിരിക്കും മെയിനായിട്ട് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഡിമാൻഡ് ചെയ്യുന്നുണ്ട്, കുറേ ആൾക്കാർ ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞ് ഞങ്ങളുടെ വർക്കും കൂടി നോക്കിയിട്ട് വേണം ഞങ്ങൾക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ. പിന്നെ അതുമാത്രമല്ല, നമ്മുടെ വീഡിയോസിന് വ്യൂസ് ഇല്ല. നമുക്ക് സബ്സ്ക്രൈബർ അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല, വ്യൂസ് ഇല്ല. ഓക്കെ, വ്യൂസ് വരാതാകുമ്പോഴത്തേക്കും നമുക്കിത് ചെയ്യാൻ തന്നെ മടി വരുക. ഇതിങ്ങനെ ചെയ്തിട്ട് ആര് കാണുന്നില്ലേ, പിന്നെ എന്തിനാണ് ഇത് ചെയ്യണതെന്ന് ഒരു തോട്ട് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ തന്നെ എടുത്തു നോക്കിയാൽ മതി, 20 വ്യൂസിൻ്റെ ഒക്കെ അടുപ്പിച്ചേ വരുന്നുള്ളൂ. അത് തീരെ കുറവാണ്. നമ്മളൊരു എഫേർട്ട് ഇടുമ്പോൾ അതിന് അനുസരിച്ചിട്ടുള്ള, അല്ലെങ്കിൽ നിങ്ങളിത് ഈ ഈ പറയുന്ന ഇതിൻ്റെ ഇപ്പോൾ ഉള്ള സബ്സ്ക്രൈബേഴ്സ് എങ്കിലും ഇത് കണ്ടാൽ മതി. കൂടുതൽ ആൾക്കാർ കാണണമെന്ന് നമുക്ക് നിർബന്ധമില്ല, ആവശ്യമുള്ളവർ ഇത് കാണണമെന്നേ ഉള്ളൂ. പക്ഷേ ഇങ്ങനെ ഒരുപാട് കുറയുമ്പോഴത്തേക്ക് നമ്മളും മടുത്തു പോവാണ്. ഇതെന്തിനാണ് ഇങ്ങനെ ചെയ്തിടണേന്ന് ഒരു തോട്ട് പ്രോസസ്സിലോട്ട് പോകുന്നുണ്ട്. സോ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടൊക്കെ എത്തിക്കാൻ നോക്കുക, അതേ ഇപ്പോൾ പറയുന്നുള്ളൂ. ഓക്കെ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ നോക്കാൻ പോകുന്ന ആനിമൽസ് ആൻഡ് ദെയർ എൻക്ലോഷർ ആണ്. ആദ്യം ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. ആൻ എൻക്ലോഷർ ടു ബി കീപ് ബേർഡ്സ് ഈസ്. ബേർഡ്സിനെ കെപ്റ്റ് ചെയ്യുന്ന ആ ഒരു സാധനത്തിന് നമ്മൾ എന്തെന്ന് പറയും? ഏവിയറി എന്നാണ് പറയുന്നത്. എന്താണ് പറയുന്നത്? ഏവിയറി. ഏവിയറി. അപ്പൊ ഞാൻ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് സാധനങ്ങളാണ്, അതായത് കുറെ സാധനങ്ങൾ കെപ്റ്റ് ചെയ്യുന്ന ഐറ്റം, അതുപോലുള്ള ഐറ്റമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫസ്റ്റത്തെയാണ് അബെറ്റ്യോ. അബെറ്റ്യോ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ അറവുശാല എന്ന് വേണമെങ്കിൽ പറയാം. ഇങ്ങനെ ആ, മൃഗങ്ങളുടെ മാംസം ഇങ്ങനെ ഇറച്ചിക്ക് വേണ്ടി ഇങ്ങനെ തൂക്കിയിട്ട് തൂക്കിയിട്ട് ഇതാക്കത്തില്ലേ, അതിനാണ് അബെറ്റ്യോ എന്ന് പറയുന്നത്. അടുത്താണ് എപ്പിയറി. നേരത്തെ ഞാൻ ഓൾറെഡി പറഞ്ഞു, എപ്പി എന്ന് പറയുന്ന വേർഡ് എവിടെ കണ്ടു കഴിഞ്ഞാലും ബീനെ റിലേറ്റ് ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ ഏതാണ്? ബീനെ കെപ്റ്റ് ചെയ്യുന്ന ഇത്. പിന്നെ അക്വേറിയം അറിയായിരിക്കും, ഫിഷസിനെ അല്ലേ, ഫിഷസിനെ. ദെൻ അറീന, അറീന എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും. കുറച്ച് പേർക്കെങ്കിലും അറിയായിരിക്കും എന്താണ് സാധനം എന്ന്. വേണമെങ്കിൽ പറഞ്ഞുകൂടെ? അപ്പോൾ റെസ്ലിംഗ് നടക്കുന്ന സ്ഥലമാണ്. റെസ്ലിംഗ് നടക്കുന്ന സ്ഥലത്തിന് നമുക്ക് എന്തെന്ന് പറയാം? അറീന എന്ന് പറയാം. ദെൻ ആഴ്സണൽ എന്ന് പറയുന്ന ഒരു ഫുട്ബോൾ ടീമുണ്ട്. ആ ടീമിന്റെ ഇതിൽ തന്നെ എന്താണ് കിടക്കുന്നത് നോക്കിക്കേ, ഒരു പീരങ്കിയുടെ ഇതാണ് കിടക്കുന്നത്. അപ്പൊ അവര് തന്നെ പറയുന്നുണ്ട്, ആ ടീം തന്നെ എന്താ പറയുന്നത്, ഞങ്ങളുടെ ടീമിനകത്ത് ഇതുപോലെ അപകടകരമായിട്ടുള്ള ആയുധങ്ങൾ കെപ്റ്റ് ചെയ്ത്, അതായത് അവരുടെ ടീമിലെ മെമ്പേഴ്സിനെ അവരെന്തായിട്ടാണ് കണക്കാക്കുന്നത്? ഡെഡ്ലി വെപ്പൺസ് ആയിട്ടാണ് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ വലിയ വലിയ വെപ്പൺസ് ഒക്കെ കെപ്റ്റ് ചെയ്യുന്ന സ്ഥലത്തിന് എന്താ പറയുന്നത്? ആഴ്സണൽ എന്നാ പറയുന്നത്. അതുകൊണ്ടാണ് ആ ടീമിന് ആഴ്സണൽ എന്ന് പേരിട്ടത്. ഓക്കെ. ദെൻ അടുത്ത് നോക്കാം, അർച്ചീവ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെന്റിന്റെ റെക്കോർഡുകൾ കെപ്റ്റ് ചെയ്ത് വെക്കുന്ന സ്ഥലത്തെ നമുക്ക് എന്താന്ന് പറയാം? അച്ചീവ്സ് എന്ന് പറയാം. ദെൻ കാസിനോ, മോഹൻലാലിന്റെ കാസിനോ അല്ലേ, എന്താണ്, ഗ്യാംബ്ലിംഗ് ഒക്കെ നടക്കുന്ന സ്ഥലം. ഗ്യാംബ്ലിംഗ് ഒക്കെ നടക്കുന്ന സ്ഥലത്തിന് കാസിനോ എന്ന് പറയാം. ഓക്കെ. ദെൻ വേണമെങ്കിൽ നമുക്ക് ഇതിന്റെ കൂട്ടത്തിൽ തന്നെ ആനിമൽസിന്റെ ഒറിജിനൽ ഹൗസിനെ ബേസ് ചെയ്ത് ഞാൻ പറഞ്ഞു തരാവേ. ഇതിനകത്ത് കുറച്ച് വരും. ആ, ഏറ്റവും അവസാനം നമുക്ക് പറയാം. അപ്പോൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ കണക്ട് ചെയ്തെടുക്കാമല്ലോ. ദെൻ കോൺവെന്റ് കേട്ടിട്ടുണ്ടാവും. കോൺവെന്റ് എന്താ? ഈ നൺസ്, പള്ളിയിലച്ചൻ, അതുപോലെ സിസ്റ്റേഴ്സ് ഒക്കെ കാണുന്ന സ്ഥലം കോൺവെന്റ് അല്ലേ. ദെൻ ക്രച്ച് എന്ന് പറയുമ്പോഴത്തേക്ക് ഉം, ഈ ജോലിക്കൊക്കെ പോകുന്ന അച്ഛനമ്മമാര് അവരുടെ പിള്ളേരെ കൊണ്ട് ഇരുത്തത്തില്ലേ, അവരെ പിള്ളേരെ നോക്കാനായിട്ട്, ആ സ്ഥലത്തിന് നമുക്ക് ക്രച്ച് എന്ന് പറയാം.
ഇതാണ് ക്രച്ച്. ദെൻ ഡെക്കാൻഡർ കേട്ടിട്ടുണ്ടാവും. ഓക്കെ, ഡെക്കാൻഡർ എന്താണ്? ഇതുപോലെ തന്നെ ഡെക്കറേറ്റീവ് ആയിട്ടുള്ള കുപ്പി ഇതുപോലുള്ള സാധനങ്ങളില്ലേ, ഈ മദ്യം അതുപോലുള്ള സംഭവങ്ങളൊക്കെ ഗിഫ്റ്റ് ചെയ്യാനായിട്ടുള്ള വിലപിടിപ്പുള്ള ഡെക്കറേറ്റീവ് ആയിട്ടുള്ള ഉം, ഈ പറയുന്ന ഗ്ലാസ് സാധനങ്ങളാണ് ഡെക്കാൻഡർ എന്ന് പറയുന്നത്. ദെൻ ബാറ്റ്മാൻ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ കുറെ പേർക്കൊക്കെ അറിയാമായിരിക്കും അസൈലം എന്ന് എന്തുവാ? അസൈലം മെന്റൽ ഇൽനെസ് ഉള്ളവരെ കുറെ നാളത്തേക്ക് സെറ്റ് ചെയ്ത് വെക്കാനുള്ള സ്ഥലത്തിനെ അസൈലം എന്ന് പറയാം. ബാറ്റ്മാൻ്റെ സീരീസിലൊക്കെ മിക്കതിലും നിങ്ങൾ അസൈലം എന്ന് പറയുന്ന വേർഡ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അസൈലം. ഓക്കെ, കുറേയൊക്കെ സിനിമയിൽ നിന്ന് കണക്ട് ചെയ്ത് കിട്ടുന്ന സാധനമാണ് കേട്ടോ. ഇതിപ്പോ യൂട്യൂബിൽ ഒരു സ്ക്രീൻഷോട്ടാണ്. ഓക്കെ, അടുത്ത ഹാങ്കർ. രണ്ട് സാധനമുണ്ട്, ഇത് തെറ്റിക്കുന്ന ഐറ്റമാണ്. ഒന്ന് ഹാങ്ങർ ഉണ്ട്. ഓക്കെ, ഇത് ഒരെണ്ണം നിങ്ങൾക്കറിയാം, ഏതോ ഒരെണ്ണം ഈ പറയുന്ന രീതിയിൽ എന്താണ്, തുണിയൊക്കെ ഇടുന്ന സാധനം, ഇങ്ങനത്തെ ഒരു സാധനമില്ലേ ഹാങ്ങർ, അതാണെന്നറിയാം. പക്ഷെ അത് ഏതാണെന്ന് ഡൗട്ട് ഉണ്ടാവും. ഓക്കെ, പഠിക്കാൻ ഈസിയാണ്. രണ്ടിൻ്റെ സ്പെല്ലിങ്ങിൽ വ്യത്യാസം വരെ ഇവിടെയാണ്. അപ്പോൾ ഇത് എ ഫോർ എയറോപ്ലെയിൻ, എ ഫോർ എയറോപ്ലെയിൻ. അപ്പോൾ എയറോപ്ലെയിന് അതുപോലുള്ള സാധനങ്ങൾ, എയർക്രാഫ്റ്റ് ഒക്കെ ഈ പറയുന്ന വെക്കത്തില്ലേ, ആ സ്ഥലത്തിന് നമുക്ക് എന്തെന്ന് പറയാം, ഹാങ്ങർ എന്ന് പറയാം. ഇതിപ്പോൾ ഒരു ഹാങ്ങർ എന്ന് പറയാം. ഇതിനകത്ത് എയർക്രാഫ്റ്റ് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ കെപ്റ്റ് ചെയ്ത് വെക്കുന്നുണ്ട് അല്ലേ. ദെൻ എപ്പിയറി പോലെ തന്നെ ബീ ഹൈവ് കേട്ടിട്ടില്ലേ? നമ്മുടെ ഈ തേൻ എടുക്കുന്ന സാധനങ്ങൾ നിങ്ങൾ കണ്ടിട്ടില്ലേ? ഇങ്ങനെ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ കുറെ ബീ കൂട് കൂട്ടിയിരിക്കുന്ന സാധനം കണ്ടിട്ടില്ലേ? അതിനാണ് ഹൈവ് എന്ന് പറയുന്നത്. ഹച്ച് എന്ന് പറയുമ്പോൾ ഇതുപോലെ വുഡൻ ആയിട്ടുള്ള ഒരു ബോക്സ്, അതിങ്ങനെ നെറ്റ് വെച്ചിട്ട് ഇതാക്കി വെച്ചിട്ടുണ്ട്. അതിൽ മുയൽ പോലുള്ള ആനിമൽസിനെ കെപ്റ്റ് ചെയ്ത് വെക്കുന്നതിന് നമുക്ക് ഹച്ച് എന്ന് പറയാം. അതുപോലെ തന്നെ ഈ മുയലൊക്കെ നാച്ചുറലായിട്ട് കുഴി കുഴിച്ചിട്ട് അവരുടെ വാസസ്ഥലമില്ലേ, അതിനെ നമുക്ക് ബൊറോ എന്ന് പറയാം. അതിൻ്റെ ഒറിജിനൽ ആയിട്ടുള്ള കുഴി കുഴിച്ചിട്ടുള്ള വാസസ്ഥലം. ഓക്കെ, ദെൻ ഇൻഫേർമറി കേട്ടിട്ടുണ്ടാവുന്ന അറിയില്ല. ഇൻഫേർമറി എന്താണ്? ഇൻഫേർമറി ഓക്കെ, ഇൻഫേർമറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹോസ്പിറ്റൽ എന്ന് വേണമെങ്കിൽ പറയാം. ഹോസ്പിറ്റൽ. ഓക്കെ, ആ ഒരു രീതിക്ക് വേണമെങ്കിൽ പറയാം. ഓക്കെ, ഇനി കെന്നൽ കേട്ടിട്ടുണ്ടാവും. പട്ടിക്കൂട്. പട്ടിക്കൂടിനെ നമുക്ക് എന്തെന്ന് പറയാം? കെന്നൽ. എന്ന് പറയാം. അയ്യോ, കെന്നൽ. ആ, കെന്നൽ. ദെൻ ഡോഗിന്റെ കേസ് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് ബാക്കി ഇതിന്റെ കൂട്ടത്തിൽ അങ്ങ് പറയുന്നതായിരിക്കും നല്ലതല്ലേ. നോക്കാം. ആനിമൽസിന്റെ ഹൗസ് ഞാൻ ഇതിന്റെ പാലായിട്ടൊന്ന് പറഞ്ഞേക്കാവേ. റാബിറ്റിന്റെ ഓൾറെഡി ഞാൻ പറഞ്ഞു, ബറോ. അതേസമയം ഇങ്ങനെ ഈ കൂടിനെ നമുക്ക് എന്തെന്ന് പറയാം? ഹച്ച് എന്ന് പറയാം. ഇനി ഷീപ്പിന്റെ പൊതുവെ നമ്മൾ പെന്നെന്നിടക്ക് പറയാറുണ്ട്. ഷീപ്പിന്റെ ഹൗസിന് എന്തെന്ന് പറയാറുണ്ട്? പെന്നെന്ന് പറയാറുണ്ട്. പെന്ന്. അതുപോലെ തന്നെ കൗവ്. കൗവിനെ നമ്മൾ ഷെഡിൽ കെട്ടാറുണ്ട്. ഷെഡിൽ അല്ലെങ്കിൽ അതിനെ ബാൺ അല്ലെങ്കിൽ ഷെഡ് എന്ന് പറയാറുണ്ട്. ബാണെന്നും പറയാറുണ്ട്, ഷെഡ് എന്നും പറയാറുണ്ട് കൗവിന്റെ. ഇനി ആൻഡിൻ്റെത് സിമ്പിളാണ്, ആൻഡ് ഹിൽ. ആൻഡിൻ്റെത് ആൻഡ് ഹിൽ. ദെൻ കിളികളുടെ ഏതാണ്? ഏവിയറി ഉണ്ട്, അതേസമയം നെസ്റ്റ് ഉണ്ടല്ലേ, സ്വന്തമായിട്ട് കൂട് കൂട്ടുന്ന. മറ്റേ നമ്മൾ പണിതിട്ട് നമ്മൾ അതിനെ വളർത്തുന്നേ, അങ്ങനെ ഓർത്താൽ മതി. ദെൻ കോഴീൻ്റെതിനെ കൂപ്പ് എന്ന് പറയാറുണ്ട്. കൂപ്പ്. ഈ പറയുന്ന കോഴിക്കൂടിനെ നമ്മൾ കെട്ടിക്കൊടുക്കുന്നതിനെ കൂപ്പ് എന്ന് പറയാറുണ്ട്. ഓക്കെ, കൂപ്പ്. ദെൻ പിഗിൻ്റെ സ്റ്റൈ എന്ന് പറയാറുണ്ട്. പിഗിനെ കാണുമ്പോൾ തന്നെ അഴുക്കല്ലേ, അപ്പം നമുക്ക് എന്താ പറയുക, ഒരു ഷൈ ആയിട്ട് നമുക്ക് തോന്നുന്നു വിചാരിക്കുക. ഷൈ സ്റ്റൈ, അഴുക്കൊക്കെ കാണുമ്പോൾ. ദെൻ ബീൻ്റെത് ഹൈവ്, സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നതാണ്. ഫോക്സിൻ്റെത്, ഫോക്സ് എന്താണ്? കേവ് ഉണ്ട്, ഹോളോ ഉണ്ട്. ഇതൊക്കെ എന്താണ്? ഈ പറയുന്ന ഫോക്സിൻ്റെ ആണ്. ദെൻ ലയണിൻ്റെത് ഡെന്ന്. ലയണിൻ്റെ ഓർത്ത് വെച്ചേക്കണം, ഡെന്ന്. ഓക്കെ, ദെൻ ഫിഷിനെ നമ്മൾ എവിടെ ഇടും? അക്വേറിയത്തിൽ ഇടും. അത് ഓൾറെഡി പറഞ്ഞല്ലോ. മങ്കി ട്രീ ആണ്. വോൾഫ്
വോൾഫ് ഒരു കള്ളം പറയുന്നവനാ, ലയറാണ്. ഓക്കെ, അങ്ങനെ വിചാരിക്കാം. വോൾഫ്, ടൈഗർ എല്ലാത്തിൻ്റെയും ലയറാണ്. അങ്ങനെ ഓർത്ത് വെച്ചാൽ മതിയേ. ദെൻ ഹൗസ് ഓഫ് വോൾഫ്, ബിയർ കേവ് ആണ്. ഓക്കെ, സ്പൈഡറിൻ്റെ ഇതിനെ നമ്മൾ എന്ത് പറയും? ഫയർമാൻ്റെ കേസ്, ഫയർമാൻ എന്ത് വിടാനുള്ള കഴിവുണ്ട്? വല വിടാനുള്ള കഴിവുണ്ട്. വെബ്. ഓക്കെ, ദെൻ പിന്നെ ഹൗസ് ഓഫ് ഓൾസ്, മൂങ്ങയുടേതിന് നമ്മൾ പാർലമെന്റ് എന്ന് പറയാറുണ്ട്, ഇടക്ക് പറയാറുണ്ട്, അത് ഓർത്ത് വെച്ചാൽ മതിയെ. ഹൗസ് ഓഫ് വോൾഫിന് എന്തെന്ന്, ഓൾസിന് എന്തെന്ന് പറയും? പാർലമെന്റ് എന്ന് പറയാറുണ്ട്, പാർലമെന്റ്. ഓർത്ത് വെച്ചാൽ മതി. ഉം. ബാക്കി നമുക്ക് ഇതിലുള്ള സാധനം ആദ്യം നോക്കാം. മെനാഗറി. മെനാഗറി എന്ന് വെച്ച് കഴിഞ്ഞാൽ മെനകെട്ട ആനിമൽസിനെ കെട്ടി വെക്കാനുള്ള സ്ഥലമാണെന്ന് വിചാരിച്ചാൽ മതി. എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈൽഡ് ആനിമൽസ്, മെയിനായിട്ട് വൈൽഡ് ആനിമൽസ് മെരുക്കാൻ ഇത്തിരി പാടാം, മെനകെട്ട പരിപാടിയല്ലേ. അപ്പോൾ മെനകെട്ട ആനിമൽസിനെ കെപ്റ്റ് ചെയ്ത് വെക്കുന്ന സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈൽഡ് ആനിമൽസിനെ, കളക്ഷൻ ഓഫ് വൈൽഡ് ഓർ അൺയൂഷ്വൽ ആനിമൽസ്. ഓക്കെ, അതാണ് മെനാഗറി. മോർഗ്യൂ. മോർഗ്യൂ എന്ന് പറയുമ്പോഴത്തേക്കും മോർച്ചറിയാണ് ഈ ഫർദർ എക്സാമിനേഷൻ അല്ലെങ്കിൽ ഫർദർ പ്രൊസീജിയേഴ്സിന് വേണ്ടി ഈ ഡെഡ് ബോഡീസ് കെപ്റ്റ് ചെയ്ത് വെക്കുന്ന സ്ഥലത്തിന് നമുക്ക് എന്തെന്ന് പറയും? മോർഗ്യൂ എന്ന് പറയും, മോർഗ്യൂ. ദെൻ കുതിര അത്യാവശ്യം പ്രശ്നക്കാരനാണ്, പെട്ടെന്ന് മെരുങ്ങാനൊക്കെ പാടാണ്. ഈ സമ്മർ ബെത്ലഹേമിലൊക്കെ കണ്ടിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ ഓർത്താൽ മതി, കുതിര എപ്പോഴും ഓടിയിരിക്കുക. അപ്പൊ ഈ കുതിരേനെ ഒന്ന് സ്റ്റേബിൾ ആക്കണം, കെട്ടിയിടണം, സ്റ്റേബിൾ ആക്കണം. അപ്പോൾ കുതിരയുടെ ഹൗസ് എന്താണ്? സ്റ്റേബിൾ. അതുപോലെ തന്നെ ഈ കുതിര വർഗത്തിൽ പെട്ടതില്ലേ, ഇപ്പൊ സീബ്ര, കഴുത, അതിൻ്റെയും ഇടയ്ക്ക് ഞാൻ സ്റ്റേബിൾ കണ്ടിട്ടുണ്ട്. പക്ഷേ സ്റ്റിൽ സ്റ്റേബിൾ എന്ന് പറയുമ്പോൾ കുതിരയുടെയാണ്. ഓക്കെ, ദെൻ ടാനിങ് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടാകും. ലെതർ ഫാക്ടറി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള സ്ഥലമാണ് ഈ ടാനിങ്. അപ്പോൾ ടാനിങ് എന്ന് പറയുന്ന പ്രൊസീജിയർ, ഇപ്പം ടാനറി എന്തായിരിക്കും? പ്ലേസ് വെയർ ലെതർ ഈസ് മെയ്ഡ് ബൈ ട്രീറ്റിംഗ് ആനിമൽ സ്കിൻ വിത്ത് കെമിക്കൽസ്. ഓക്കെ, പ്ലേസ് വെയർ ലെതർ ഈസ് മെയ്ഡ് ബൈ ട്രീറ്റിംഗ് ആനിമൽ സ്കിൻ വിത്ത് കെമിക്കൽസ്. അതാണ് എന്തെന്ന് പറയുന്നത്? ടാനറി എന്ന് പറയുന്നത്, ടാനറി. ഓക്കെ, അതാണ് നമുക്കവിടെ മെയിനായിട്ട് നോക്കാനുള്ള. ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്കൊരു ഈ ഒരു ക്വസ്റ്റ്യൻ കൂടി നോക്കിയിട്ട് ഇന്നത്തെ വൈൻഡപ്പ് ചെയ്യാം. ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞു നിങ്ങൾക്കിത്. ഇത് ഞാൻ കുറച്ച് മുമ്പ്, അതായത് ഇതിന് മുമ്പിലത്തെ വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഓൾറെഡി പറഞ്ഞു, ഈ സാധനം നിങ്ങൾക്ക് പഠിക്കാനുണ്ടാവും എന്ന് പറഞ്ഞായിരുന്നു. ആനിമൽസ് ഓർ സോറി ആൻ ഇൻസ്ക്രിപ്ഷൻ ഓൺ ടോം സ്റ്റോൺ ഇൻ മെമ്മറി ഓഫ് ദ ഡിസീസ്ഡ്. അതായത് ഈ ശവക്കല്ലറയിലൊക്കെ ഇങ്ങനെ എഴുതി വെക്കുന്ന സാധനം ഇല്ലേ, അതിനെന്തെന്ന് പറയും? എപ്പിറ്റാഫ് എന്ന് പറയും, എപ്പിറ്റാഫ്. ഇത് ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞാൽ ഇത് നിങ്ങൾക്ക് പഠിക്കാൻ കാണുമെന്ന് പറഞ്ഞായിരുന്നു. ഇതൊക്കെ ചോദിച്ചിട്ടുള്ള ഐറ്റം ആണ്. അപ്പോൾ ഇതിൻ്റെ കണ്ടിന്യൂഷൻ നമുക്ക് ഉടനെ ഉണ്ടാവും. അടുത്തതിൽ നമുക്ക് അടുത്ത എക്സ്ട്രാ വേർഡുകൾ പഠിക്കാം. അങ്ങനെ അങ്ങനെ കുറച്ച് കുറച്ചായിട്ട് പഠിച്ച് പോവാം.